സൗഖ്യവും ശാന്തിയും സമാധാനവും പകർന്നിടും യേശുവിൻ നാമത്താൽ. ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ, ബൈബിൾ ടുഡേ. ശാപത്തെ നീക്കിടും യേശുവിൻ രക്തത്താൽ. പാപത്തെ മായ്ക്കും പാവന സ്നേഹം നൽകിടും. ശിക്ഷയെ മാറ്റിടും നിത്യരക്ഷയെ നൽകിടും. മരണത്തെ നീക്കിടും നിത്യജീവനെ നൽകിടും. നിരാശയെ നീക്കിടും കാൽവരിയാകത്താൽ. യേശുവിൻ നാമത്താൽ. Pastor Noble P. Thomas preaching in Chicago, USA, Hebron Gospel Center on 2015 July 27 to August 2nd. On 2015 August 7, 8 and 9, Pastor Noble P. Thomas ministering in the Gateway Malayalam Church, New York, USA. Pastor Noble P. Thomas in Philadelphia, USA, 2015 August 13 to 16, Grace Pentecostal Church. Pastor Noble P. Thomas ministering in Toronto, Canada at International Revival Church on 2015 July 17th, 18th and 19th. ഇത് ബൈബിൾ ടുഡേ. ഞാൻ പാസ്റ്റർ നോബൽ പി തോമസ്. ബൈബിൾ ടുഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുവാൻ ഈ സ്ക്രീനിന് മുമ്പിലായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ബൈബിൾ ടുഡേ പ്രോഗ്രാമിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളോട് ഫോണിലൂടെ മറ്റ് ഇതര മാധ്യമങ്ങളിലൂടെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രോത്സാഹനം, ദൈവത്തിൻ്റെ അളവറ്റ കരുതൽ, സഹായം ഇത്രത്തോളം മുന്നോട്ട് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ശുശ്രൂഷ എന്ന നിലയിൽ ഈ ബൈബിൾ ടുഡേ പ്രോഗ്രാമിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ തന്ന ചിന്തകൾ ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് ഈ ചിന്തകൾക്ക് ആധാരമായി ഞാൻ വായിക്കുകയാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവർ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട്, ഞാൻ ജോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്തെ ക്ഷാമമുണ്ടായിട്ടിപ്പോൾ 2 സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശിക്ഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളെ ജീവൻ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. വളരെ സുപരിചിതമായ വേദഭാഗമാണ് നാം വായിച്ചത്. പഴയ നിയമത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ വായിക്കുകയുണ്ടായത്. നമുക്കറിയാം, ദർശനം കണ്ട, വെളിപ്പാട് കണ്ട യോസഫ്. എന്താണ് അവൻ്റെ ദർശനങ്ങൾ, എന്താണ് അവൻ്റെ വെളിപ്പാടുകൾ, അവൻ്റെ സ്വപ്നം എന്താണ്? അവനൊരിക്കൽ കാണുകയുണ്ടായി അവൻ്റെ കറ്റയെ മറ്റു കറ്റകൾ നമസ്കരിക്കുന്നൊരു കാഴ്ച. പിന്നീടൊരിക്കൽ അവൻ കാണുകയുണ്ടായി സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിക്കുന്ന കാഴ്ച. അതിലെല്ലാം അവർക്ക് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കത്തക്ക നിലവാരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെയാണ്, ദർശനങ്ങളാണ്. പക്ഷേ അത് സംഭവിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക തലങ്ങൾ അവർക്കൊരിക്കലും മാനസിക മേഖലയിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ജോസഫ് മറ്റ് മക്കളേക്കാൾ യാക്കോബ് മറ്റ് മക്കളേക്കാൾ അധികമായി യോസഫിനെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് യോസഫിന് അവൻ കൊടുത്ത ഒരു വിലപ്പെട്ട അങ്കിയുണ്ടായിരുന്നു.
വേദപുസ്തക ചരിത്രം പറയുന്നത് അങ്ങനെ ഒരു അങ്കി ഒരപ്പൻ തൻ്റെ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് നൽകിയാൽ അതിൻ്റെ അർത്ഥം എല്ലാ മക്കളിലും വെച്ച് വിശേഷാൽ അവനെ ആദരിക്കപ്പെട്ട ഒരനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരാനും അവന് അവകാശങ്ങൾക്ക് കൂടുതൽ പങ്കും ഓഹരിയുമുള്ളവനെന്ന് വെളിപ്പെടുത്താനുമാണ് ഈ അങ്കി നൽകുന്നത്. അപ്പോൾ പലവിധ കാരണങ്ങളായി ഈ സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നുന്നു. ഒന്ന്, അവൻ കണ്ട സ്വപ്നങ്ങൾ നിമിത്തം. രണ്ട്, അപ്പന് അവനോടുള്ള സ്നേഹനിമിത്തം, അപ്പൻ അവനെ ആദരിച്ച നിമിത്തം. എൻ്റെ ദൈവമക്കളെ, ഈ സ്ക്രീൻ മുമ്പിലായിരിക്കുന്ന ദൈവദാസന്മാരോട്, വിശുദ്ധന്മാരോട്, ഒരുപക്ഷെ ആദ്യമായി ഇതിന് മുമ്പിൽ വന്ന പ്രിയരോട് ദൈവാത്മ നിയോഗത്തിൽ ഞാൻ പറയുന്നു, ദൈവം നൽകിയ ദർശനങ്ങൾ നിമിത്തം, സ്വപ്നങ്ങൾ നിമിത്തം അസൂയാലുക്കളായ ഒരു കൂട്ടം ബന്ധുമിത്രാദികളുടെ നടുവിലോ, ഒരു കൂട്ടം സ്നേഹിതരുടെയോ ചർച്ചക്കാരുടെയോ നടുവിലോ നിങ്ങളായിട്ടുള്ളതെങ്കിൽ ദൈവം എന്താണോ അരുളി ചെയ്തത്, ദൈവം അരുളി ചെയ്തത് അതുപോലെ സംഭവിപ്പാൻ ഇടയായി തീരും. ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. സഹോദരന്മാർ ആടിനെ തീറ്റുവാൻ വേണ്ടി ദൂരത്തേക്ക് യാത്രയായി അവരുടെ ക്ഷമവിവരം അറിയുവാൻ അവർക്കുള്ള അത്യാവശ്യം ആഹാരപദാർത്ഥങ്ങളുമായി യാക്കോബ് ജോസഫിനെ അയക്കുകയാണ്. ജോസഫ് ഇവരെ അന്വേഷിച്ച് പല സ്ഥലത്തും ചെല്ലുകയുണ്ടായി. അവൻ്റെ സ്നേഹം, കരുതൽ നിമിത്തം യാക്കോബ് ഊഹമായി പറഞ്ഞ ഒരു സ്ഥലത്തും അവരെ കാണാത്ത നിമിത്തം വീണ്ടും വീണ്ടും അന്വേഷിച്ച് ജോസഫ് സഹോദരന്മാരെ കണ്ടെത്തുകയാണ്. ദൂരത്ത് നിന്ന് യോസഫിനെ കണ്ട ഉടനെ സഹോദരന്മാർ പറയുന്നൊരു പദമുണ്ട്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. ഇനിയും അവൻ സ്വപ്നങ്ങളുമായിട്ട് അധികം നമ്മുടെ നടുവിൽ വേണ്ട, അതുകൊണ്ട് നമുക്കവനെ കൊന്നുകളയാം. സഹോദരന്മാരെ ചിറക്കവനോട് അലിവ് തോന്നുകയും അവനെ നേരിട്ട് അപ്പോൾ തന്നെ കൊല്ലേണ്ടതിന് പകരം അവനെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവർ ഇടുകയും ചെയ്തു. തുടർന്ന് മിസ്രൈമ കച്ചവടക്കാർ അതിലെ വന്നു, മിദ്യാന്യ കച്ചവടക്കാർ അതിലെ വന്നു. അതിൽ സഹോദരന്മാരുടെ അഭിപ്രായം ഹേതുവായി യോസഫിനെ മിദ്യാന്യ മിസ്രൈമ കച്ചവടക്കാർക്ക് അവർ വിൽക്കുകയുണ്ടായി. ഈ വിൽക്കപ്പെട്ട യോസഫ് സഹോദരന്മാരിൽ നൊറ്റപ്പെട്ടു, പ്രിയരിൽ നൊറ്റപ്പെട്ടു. അവൻ കച്ചവടക്കാരാൽ അവൻ പൊത്തീഫർ എന്ന് പറയുന്ന ഒരു വലിയ പ്രമാണിയായ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാവിന് ഏറ്റവും അടുത്ത വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അവൻ അടിമയായി വിൽക്കപ്പെടുകയുണ്ടായി. ആ വീട്ടിൽ അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിക്താനുഭവങ്ങൾ അവനുണ്ടാവുകയും നീതിയുള്ള യോസഫ്, അനീതിയൊന്നും കയ്യിലില്ലാത്ത ന്യായമുള്ള യോസഫ് ഈ തിക്താനുഭവങ്ങൾ നിമിത്തം ആ വീട്ടിൽ നിന്ന് ജയിലിലേക്ക് അയക്കപ്പെടുകയുണ്ടായി. ആരാണ് ഈ ജോസഫ്? വ്യത്യസ്തമായ ദർശനം കണ്ടവൻ. ആരാണ് ഈ ജോസഫ്? വ്യത്യസ്തമായ സ്വപ്നം കണ്ടവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർക്കുക, എല്ലാവരേക്കാളും വ്യത്യസ്തമായ സ്വപ്നങ്ങളോ എല്ലാവരേക്കാളും വ്യത്യസ്തമായ ദർശനങ്ങളോ നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ സഭാ കൂട്ടായ്മയിൽ, നീ ആയിരിക്കുന്ന ദേശത്ത്, നിൻ്റെ ബന്ധുമിത്രാദികളുടെ നടുവിൽ ദൈവം നിൻ്റെ മേൽ അങ്ങനെ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒന്ന് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങളുടെ നടുവിലൂടെ അങ്ങനെയുള്ള ഒരാൾ നയിക്കപ്പെടേണ്ടി വരും. ദർശനമുള്ളവനാണ് പ്രതികൂലങ്ങൾ, ദർശനം ഉള്ളവനാണ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജോസഫിന് നേരെ സംഭവിക്കുകയുണ്ടായി. തുടർന്ന് അവൻ ജയിലിലടയ്ക്കപ്പെട്ടു. അവിടെ വെച്ച് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്ത, അപ്പക്കാരനും പാനപാത്രവാഹകനും വ്യാഖ്യാനിച്ചു കൊടുത്ത ആ വ്യാഖ്യാന നിമിത്തം, അതുപോലെ കാര്യങ്ങൾ നടന്ന നിമിത്തം പാനപാത്രവാഹകൻ പോസിറ്റീവായ ഒരു സ്വപ്നം കണ്ട പോസിറ്റീവായ ഒരു വ്യാഖ്യാന നിമിത്തം അവന് വിടുതലുണ്ടാകുകയും പാനപാത്രവാഹകൻ നിമിത്തം അവൻ വിടിവിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. എങ്കിലും അവിടെയും അവന് രക്ഷയുണ്ടായില്ല. നാം ആണെങ്കിൽ ആ സന്ദർഭത്തിൽ വളരെ നിരാശരാകാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ഏതാണ്ട് 13 വർഷത്തോളമായി ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അത്ഭുതകരമായി അവന് വേണ്ടി വഴിയൊരുക്കുകയും അവൻ ദേശത്ത് ഉന്നതമായ സ്ഥാനത്തേക്ക് അവൻ നീക്കപ്പെടുകയും ചെയ്തു. അതാണ് വായിക്കുന്ന 45-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നത്, ആകയാൽ നിങ്ങൾ അല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നാം കണ്ട ദർശനങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ സ്വപ്നം കണ്ട ഉടനെ പൊട്ടക്കിണറ്റിൽ വീഴ്ത്തപ്പെട്ട മിസ്രയീം കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട, ദൂരദേശത്തെ പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് അയക്കപ്പെട്ട ഈ ജോസഫ്, ദർശനങ്ങൾ നിമിത്തം ജയിലിലടയ്ക്കപ്പെട്ട ഈ ജോസഫ്, ദൈവത്തിൻ്റെ സമയമായപ്പോൾ രാജ്യത്ത് അവൻ രണ്ടാമനായി ഉയർത്തപ്പെട്ടു.
ജോസഫിൻ്റെ വാക്കുകളിലൂടെ പറയുന്നത്, ഫറവോൻ എന്ന് പറയുന്ന രാജാവിന് ഇപ്പോൾ പൃഥുതുല്യനാണ് ജോസഫ്. ആ ദേശത്തിനൊക്കെയും അവൻ അധിപതിയാണ്. അവൻ്റെ സകല ഗ്രഹത്തിനും അവൻ യജമാനനാണ്, രാജാവിൻ്റെ ഗ്രഹത്തിനും. ദൈവമക്കളെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നാം കൂടെ വാഴുന്നവരായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവവുമായുള്ള ബന്ധം വിട്ടുകളയാത്തവർക്ക്, പ്രാർത്ഥന നിരതരായവർക്ക്, തളരാത്തവർക്ക്, എന്തെല്ലാം പ്രതികൂലങ്ങൾ അകത്തളത്തിലും പുറത്തും സംഭവിച്ചാലും, ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മമണ്ഡലത്തിൽ സംഭവിച്ചാലും, അതിൻ്റെ എല്ലാം നടുവിൽ പതറാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വ്യത്യസ്തമായ ദർശനങ്ങളും സ്വപ്നങ്ങളും ഉൾത്തടത്തിൽ ഗ്രഹിച്ച് അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഇന്ന് ഈ എപ്പിസോഡിൽ സ്ക്രീൻ മുമ്പിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ സന്ദേശം അങ്ങനെ തളർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വ്യത്യസ്തമായ സ്വപ്നങ്ങളുള്ളവർക്ക്, വ്യത്യസ്തമായ ദർശനങ്ങളുള്ളവർക്ക്, വ്യത്യസ്തമായ ദൗത്യങ്ങളുള്ളവർക്ക് പ്രതികൂലങ്ങളുടെ എണ്ണവും അധികമായിരിക്കും. സെക്കറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സെരുബാബേൽ എന്ന് പറയുന്ന ഒരു ഭക്തനെക്കുറിച്ച് അവിടെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. സെരുബാബേലിന് എല്ലാവരെക്കാളും ചില വ്യത്യസ്തതകളുണ്ട്. ദൈവം നോക്കിയിട്ട് അവനോട് പറയുകയാണ്, നിൻ്റെ കരം കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്, നിൻ്റെ കരത്തിലെ തൂക്കുകട്ട കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. എന്താണ് സെരുബാബേലിൻ്റെ പ്രത്യേകത? അവൻ്റെ കരമാണ് ആലയത്തിന് അടിത്തറയിട്ടത്. എന്താണ് അവൻ്റെ കരത്തിലെ തൂക്കുകട്ടയുടെ പ്രത്യേകത? ഒരു തൂക്കുകട്ട ഒരു മെയ്സൺ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവൻ പണിയുന്ന കട്ടകൾ ഒന്നേ വെച്ചുള്ളെങ്കിലും അത് നേരെ ചൊവ്വേ വെക്കുവാൻ. ദൈവം നോക്കുമ്പോൾ സെരുബാബേലിനൊരു പോളിസിയുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവവചനമെന്ന തൂക്കുകട്ട കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയിൽ ദൈവം അവനോട് നിയമിച്ച വ്യവസ്ഥിതിയിലാണ് അവൻ കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് അവൻ ആരെയും പ്ലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരുടെയും അഭിപ്രായം അവൻ ആവശ്യമില്ല. ദൈവത്തിൻ്റെ പൂർണ്ണഹൃദയത്തിന് വേണ്ടി ചലിക്കുന്ന, മറ്റാരോടും അനുരഞ്ജനത്തിന് തയ്യാറല്ലാത്ത, ലോകത്തോടും ജഡത്തോടും പിശാചിനോടും അനുരഞ്ജനത്തിന് തയ്യാറാവാത്ത ഈ സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ഈ ദൈവം സന്തോഷിക്കുകയാണ്. അവൻ്റെ കൈ ആലയത്തിന് അടിത്തറയിട്ടിരിക്കും. എന്നാൽ എന്തോ സംഭവിച്ചവൻ്റെ കരമാലയത്തിന് അടിത്തറയിട്ട് അവൻ്റെ ഒരു തൂക്കുകെട്ട ഉണ്ടെങ്കിലും മഹാപർവ്വതങ്ങൾ അവൻ്റെ മേൽ ദൈവം പകർന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയാതെ എതിരായി നിൽക്കുകയാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: തൂക്കുകെട്ട കയ്യിലുള്ള ചില വൻ കാര്യങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് അടിത്തറയിട്ട സെരുബാബേലിന് മുമ്പിൽ മഹാപർവ്വതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എങ്കിലും ദൈവം പറയുന്നു, നീ ഒരു കാര്യത്തിന് വേണ്ടി ആരംഭം കുറിച്ചു, അടിത്തറയിട്ടു, പക്ഷേ നിനക്കത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ അടിത്തറയുടെ മേൽ കാട് പിടിച്ച് അതിന്മേൽ അത് അടിത്തറയാണെന്ന് മനസ്സിലാകാത്ത നിലയിൽ വലിയ പ്രതികൂലങ്ങൾ കൊണ്ടത് മൂടപ്പെട്ടിരിക്കുകയാണ്. ചെറിയ പ്രതികൂലമല്ല, മഹാപർവ്വതം. നിൻ്റെ വീട്ടിൽ, നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ ചുറ്റുപാടുകളിൽ നിൻ്റെ ദർശനം വ്യത്യസ്തമാണെങ്കിൽ, നിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമാണെങ്കിൽ, നിൻ്റെ ആരാധന വ്യത്യസ്തമാണെങ്കിൽ, നിൻ്റെ ഉപവാസം വ്യത്യസ്തമാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിൻ്റെ നിലവിളി വ്യത്യസ്തമാണെങ്കിൽ, നിൻ്റെ ദൈവത്തോടുള്ള നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിൽ, നീ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ട്. പക്ഷേ അതിനൊരു സമയമുണ്ട്, ഒരു കാലയളവുണ്ട്. ദൈവം ദൈവത്തിൻ്റെ സമയത്ത് ഇറങ്ങി വന്ന് പറയും, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാണ്? നീ സമഭൂമിയായിത്തീരും. നിനക്ക് കൃപ എന്ന അർപ്പോടുകൂടെ ഞാൻ ആണിക്കല്ല് കയറ്റും. വേറെ ആരുമല്ല, ദൈവം ആണിക്കല്ല് കയറ്റും. ഇന്ന് ഈ സ്ക്രീൻ മുമ്പിലായിരിക്കും ദൈവം ഇതിൽ എല്ലാവരെക്കാളും വ്യത്യസ്തമായ സ്വപ്നം നിൻ്റെ മേലുണ്ട്, ദർശനം നിൻ്റെ മേലുണ്ട്. ആരും ചെയ്തിട്ടില്ലാത്ത മേഖലയിൽ വൻ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിൻ്റെ മേൽ നിയോഗം തന്ന് നിന്നെ നിയോഗിച്ച ചില വൻ പദ്ധതികൾക്ക് നീ അടിത്തറയിട്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 12 അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കാര്യങ്ങൾക്കൊരു പരിസമാപ്തി വരുത്താൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുക. സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്ന സ്വർഗത്തിലെ ദൈവം വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആരംഭം കുറിച്ച നിൻ്റെ കരം കണ്ടും നിൻ്റെ കയ്യിലുള്ള ദൈവവചനത്തിൻ്റെ അടിത്തറ കണ്ടും സന്തോഷിക്കുകയാണ്. അങ്ങനെയുള്ളവരോട് ദൈവം പറയുന്നു,
വ്യത്യസ്തമായ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമായ ദൈവിക നിയോഗങ്ങളും ഏറ്റെടുത്ത് കൂട്ടുകാരിൽ പരമായി ദൈവം എന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ച്, എന്നാൽ ഒരു ലക്ഷണവും ആ മേഖലയിൽ കാണാത്ത, ഒരു പ്രോഗ്രസ്സും കാണാത്ത, ഒരു കട്ട പോലും എടുത്തു വെച്ച് പണി ആരംഭിക്കുവാൻ കഴിയാത്ത ചിലരെന്നെ ശ്രദ്ധിക്കുന്നു. അവരോട് ദൈവം പറയുന്നത്, ദീർഘനാളുകൾ നീ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അബ്രഹാമിനുള്ളതുപോലെ വിശ്വാസം നിൻ്റെ അകത്തുണ്ട്. റോമാലേഖനം 4:17 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതിങ്ങനെ പറയുന്നു. അബ്രഹാം തൻ്റെ ശരീരത്തിന് നിർജീവത്വം ഗ്രഹിച്ചു, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചു. എന്നിട്ടും അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്താൽ ഉറച്ച് അരുളി ചെയ്ത ദൈവം വാഗ്ദത്തം ചെയ്തവനോ നിവർത്തിക്കാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ആ ദൈവത്തിന് മഹത്വം കൊടുത്തു. വചനം പറയുന്നു, ആ വിശ്വാസത്തെ സ്വർഗത്തിലെ ദൈവം ആദരിക്കുകയുണ്ടായി. വിശ്വാസത്തെ സ്വർഗത്തിലെ ദൈവം കണക്കിടുകയുണ്ടായി. വിശ്വസിക്കുക. ഒരു വാഗ്ദത്തം നമ്മുടെ കയ്യിലുണ്ട്. ഇതിലൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം പ്രതികൂലങ്ങളാണ്. എല്ലാം ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന സാഹചര്യങ്ങൾ, സാധ്യതകൾ, യാഥാർത്ഥ്യങ്ങൾ എല്ലാം നിനക്കെതിരായിട്ട് വാ തുറക്കുകയാണ്. എന്നാൽ ഇന്നും നിൻ്റെ കയ്യിൽ തൂക്കുകട്ടയുണ്ട്. നീ ആ ദർശനം വിട്ടുകളഞ്ഞിട്ടില്ല. ഇന്നും ആ സ്വപ്നമോർത്തി നീ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു സാഹചര്യം നിനക്ക് അനുകൂലമല്ല. എന്നാൽ അങ്ങനെയുള്ളവരെ കണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ഇടപെടുകയാണ്. സെരുബ്ബാബേലേ, നീ നിൻ്റെ ദർശനത്തിൽ, നിൻ്റെ സ്വപ്നത്തിൽ നീ അണുവിട വ്യതിചലിക്കാതെ അത് പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരും, അതിന് പൂർത്തീകരണം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന നിൻ്റെ മുമ്പിൽ മഹാപർവ്വതങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇടപെടാൻ പോവുകയാണ്. ദൈവം പറയുകയാണ്, സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാണ്? നീ സമഭൂമിയായി തീരും. നിനക്ക് കൃപ കൃപ എന്ന് ആർപ്പോടുകൂടെ ഞാൻ ആണിക്കല്ല് കയറ്റും. എൻ്റെ ദൈവം ഇതിലെ മാതാവേ, പിതാവേ, തലമുറയോടുള്ള ബന്ധത്തിൽ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നിൻ്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകത്തോടും അധികാരത്തോടുമുള്ള ബന്ധത്തിൽ, നിൻ്റെ സഭാ ആ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ, ദീർഘനാളുകളായി നീ കാത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപർവ്വതങ്ങളോട് ഇന്നലെ വരെ നീ പോരാടി, ഇന്നലെ വരെ നീ എതിരിട്ടു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്നാൽ ദൈവം ഇന്നു മകൾ ശബ്ദിക്കുകയാണ്. ഇന്നും ദർശനത്തിൽ നിന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് അണിവിട ചലിക്കാതെ കാത്തിരിക്കുന്ന സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, അത് ഏത് അക്കൗണ്ടിലായാലും, പാരമ്പര്യത്തിൻ്റെ അക്കൗണ്ടിലായാലും, അഭിചാരത്തിൻ്റെ അക്കൗണ്ടിലായാലും, രോഗത്തിൻ്റെ അക്കൗണ്ടിലായാലും, കടഭാരത്തിൻ്റെ അക്കൗണ്ടിലായാലും, ഏത് ശകുനവാദത്തിൻ്റെ അക്കൗണ്ടിലായാലും, ഏത് പ്രതികൂലമായാലും ദൈവം പറയുകയാണ്, ഞാൻ അതിനാണിക്കല്ല് കയറ്റും. കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ഞാൻ അതിനാണിക്കല്ല് കയറ്റും. നീ സമഭൂമിയായി തീരും. ദൈവമാണ് ആർക്കുന്നത്. എന്താണ് ആർക്കുന്നത്? കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും. നിങ്ങൾ ശബ്ദം കേട്ടിട്ടില്ലേ? വാക്കുകൾ കേട്ടിട്ടില്ലേ? അവൻ യോഗ്യനല്ല, നടക്കത്തില്ല, അവനെ കൊണ്ട് കൊള്ളത്തില്ല, ആരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടാലും അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല, അവനതിനുള്ള യോഗ്യതയില്ല, നീ യോഗ്യതയില്ലാത്തവളാണ്, നീ യോഗ്യതയില്ലാത്തവനാണ്. പലപ്പോഴും പലരുടെയും മുമ്പിൽ നീ ഒരു അബദ്ധ പഞ്ചാംഗമാണ്, നീ ഒരു വിഡ്ഢിയാണ്. അതെല്ലാം ദൈവത്തിനറിയാം. അവരെല്ലാം കേൾക്കെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, സാഹചര്യങ്ങളുടെ മുമ്പിൽ, ജ്ഞാനികളുടെ മുമ്പിൽ, സംഘടനയുടെ മുമ്പിൽ, നേതാവിൻ്റെ മുമ്പിൽ, രാജാവിൻ്റെ മുമ്പിൽ, നിയമങ്ങളുടെ മുമ്പിൽ നിനക്ക് യോഗ്യതയില്ല. പക്ഷേ കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ഞാൻ പ്രതികൂലത്തിന് മുമ്പിൽ ആണിക്കല്ല് കയറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നു നീ കൊള്ളത്തില്ല, എല്ലാവരും പറയുന്നു നിനക്ക് കഴിവില്ല, എല്ലാവരും പറയുന്നു സമയം കഴിഞ്ഞു പോയി, എല്ലാവരും പറയുന്നു ഇനി നടക്കത്തില്ല. നിനക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ദൈവം ആ ശബ്ദങ്ങളെയെല്ലാം അമർത്തുന്ന നിലവാരത്തിൽ പറയുന്നു, അർഹതയില്ലാത്തടത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സഹായം ഞാൻ എൻ്റെ ദാസിയുടെ മേൽ പകരുകയാണ്, എൻ്റെ ദാസൻ്റെ മേൽ പകരുകയാണ്, സെരുബ്ബാബേലുള്ള ബന്ധത്തിൽ പകരുകയാണ്. വിശ്വസിച്ചാട്ടെ. ജോസഫ് പറയുന്നത്, ആമേൻ. എനിക്കൊത്തിരി പ്രതികൂലങ്ങൾ വന്നു, ദർശനമുണ്ടായിട്ടും സ്വപ്നമുണ്ടായിട്ടും ഞാൻ പൊട്ടക്കിണറ്റിൽ വീണു, നിങ്ങളെന്നെ വിറ്റതാണ്, എന്നാൽ എനിക്ക് നിങ്ങളോടൊന്നും ഒരു പ്രതികാരവുമില്ല, നിങ്ങളെല്ലാം ദൈവം എനിക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടായ, നിങ്ങളെ പൊട്ടക്കിണറ്റിലിട്ടവരുണ്ട്, ആമേൻ, നിങ്ങളെ വിറ്റുകളഞ്ഞവരുണ്ട്, തള്ളിപ്പറഞ്ഞവരുണ്ട്, നിങ്ങൾക്കെതിരെ ഭോഷ്ക്ക് പറഞ്ഞവരുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞവരുണ്ട്. സ്നേഹിച്ചിട്ടും നിങ്ങളുടെ നല്ല കാലത്ത് കരുതിയിട്ടും, നിങ്ങളുടെ നല്ല കാലത്ത് അവരെ ഉയർത്തിയിട്ടും, നിങ്ങൾക്കൊരു കഷ്ടകാലം വന്നപ്പോൾ അവരുടെ നല്ല കാലത്ത് നിങ്ങളെ തള്ളിപ്പറഞ്ഞ, നിങ്ങൾ കരുതൽ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് മുറിവേറ്റ അനുഭവത്തിലായിരിക്കുന്ന ദൈവവൈതലേ, അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്നൊരു സമയം വരുന്നു. ആത്മാവ് പറയുന്നു, നിന്റെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്.
അതുകൊണ്ട് ജോസഫ് ഇവരോട് പറഞ്ഞു, നിങ്ങളല്ല, ദൈവമത്ര എന്നെ ഇവിടെ അയച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെടാനും, നിങ്ങളാൽ വിൽക്കപ്പെടുവാനും, നിങ്ങൾ കാരണം പൊത്തിപ്പറിൻ്റെ വീട്ടിലെത്താനും, നിങ്ങൾ കാരണം ജയിലിലടയ്ക്കപ്പെടാനും എല്ലാം കാരണമായെങ്കിലും ഇതിൻ്റെ പിമ്പിൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിശാച് ചോദിച്ചിട്ടാണ് നിഷ്കളങ്കനായ ദൈവഭക്തനായ ദോഷം വിട്ടകലുന്നവനായ ഇയ്യോബ് പരീക്ഷിക്കപ്പെട്ടതെങ്കിലും ദൈവം അവനെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തതുപോലെ ഇന്ന് പകൽ ദൈവനാമ നിമിത്തം, ദൈവത്തിൻ്റെ വചന നിമിത്തം, നിങ്ങളുടെ സാക്ഷ്യ നിമിത്തം പതറാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം, മാന്യതയുടെ കരം വെളിപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 8:28 പറയുന്നത്, സംഭവിച്ചത് മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തോട് ഒരിക്കലും മാറാത്ത ഇഴുകിച്ചേർന്നൊരു വിശ്വാസമുള്ളതിനാൽ, പറ്റിച്ചേർന്നൊരു വിശ്വാസമുള്ളതിനാൽ നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം പറയുന്നത്, അവനോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവനെ വിടുവിച്ച് എൻ്റെ നാമം അവൻ്റെ മേൽ മഹത്വീകരിക്കും. സിംഹത്തിൻ്റെ മേലും ആനലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ദൂതന്മാരെ അവന് വേണ്ടി ഞാൻ കൽപ്പിച്ചാക്കും, അവൻ്റെ കാൽ കല്ലിൽ തട്ടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് വരെ അനുഭവിക്കാത്ത കരുതൽ, ഇന്ന് വരെ അനുഭവിക്കാത്ത വിടുതൽ, ഇന്ന് വരെ അനുഭവിക്കാത്ത സൗഖ്യദായക ശക്തി, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവികമായ പദ്ധതികൾ, ദൈവത്തിൻ്റെ തുറക്കലുകൾ സംഭവിക്കാൻ പോവുകയാണ്. സീസണായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, വാഗ്ദത്തം കയ്യിലുള്ളവർക്ക്, വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കയ്യിലുള്ളവർക്ക്, വ്യത്യസ്തമായ ദൈവിക അരുളപ്പാടുകൾ കയ്യിലുള്ളവർക്ക്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ദൈവം നന്മയ്ക്കായി തിന്മകളെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിച്ചാട്ടെ. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. നടന്നൊരു കഥയാണെന്ന് എനിക്കറിയില്ല. ഒരു രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു, ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങൾ കണ്ടാലും മന്ത്രി ഇങ്ങനെ പറയും, എല്ലാം നന്മയ്ക്കാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതാണ് സ്ഥിരമായ ഏത് പ്രതികൂലങ്ങൾ കണ്ടാലും ഏത് സാഹചര്യത്തിലെ മന്ത്രി അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ രാജാവും മന്ത്രിയും കൂടെ വേട്ടയ്ക്ക് പോയി, വനാന്തരത്തിൻ്റെ അകത്തേക്ക് പോയി. അവിടെ വെച്ച് ഏതോ ഒരു മൃഗം പെട്ടെന്ന് ചാടി വീണപ്പോൾ രാജാവ് പെട്ടെന്ന് താനെ ചലിക്കുക നിമിത്തം, ഓടുകയോ ചാടുകയോ ഒക്കെ നിമിത്തം തൻ്റെ ഒരു വിരൽ അറ്റുപോകാനിടയായിത്തീർന്നു. ആ വിരൽ അറ്റുപോയത് നിമിത്തം രാജാവിന് വലിയ പ്രയാസമായി. പെട്ടെന്ന് മന്ത്രി വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു. വിരലിൻ്റെ ഒരു ഭാഗം തന്നെ അറ്റുപോയി. സാധാരണ പറയുന്നത് പോലെ മന്ത്രി പറഞ്ഞു, പ്രിയ രാജാവേ, ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല, ഇത് നന്മയ്ക്കാണ്. രാജാവിനങ്ങ് ദേഷ്യമായി. രാജാവ് വിചാരിച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ ഒരു വിരൽ പോയപ്പോൾ ഇവരിപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഏതായാലും കൊട്ടാരത്തെ തിരിച്ചെത്തട്ടെ, അവൻ്റെ കാര്യം ഞാൻ ശരിയാക്കി കൊടുക്കാം. ഏതായാലും കൊട്ടാരത്തിലെത്തി. ചെന്ന ഉടനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, എനിക്കിങ്ങനെ വലിയൊരു അനർത്ഥം, അപകടം ഉണ്ടായപ്പോൾ, എൻ്റെ ഒരു വിരളറ്റ് പോയപ്പോൾ, അപ്പോഴും ഇവൻ പറയുകയാണ് എല്ലാം നന്മയ്ക്കാണ്, ദൈവം അറിയാവുന്നത് സംഭവിക്കത്തില്ല, അതുകൊണ്ട് ഇവനെ ജയിലിലടച്ചേക്കാൻ പറഞ്ഞു, തുറുങ്കിലിടാൻ പറഞ്ഞു. തുറുങ്കിലടയ്ക്കാൻ നേരത്തും രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഈ മന്ത്രി ജയിലിലേക്ക് പോകുമ്പോഴും മന്ത്രി വാ തുറന്ന് പറഞ്ഞു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, രാജാവ് എല്ലാം നന്മയ്ക്കാണ്. രാജാവിനൊന്നും മനസ്സിലായില്ല. മന്ത്രി ജയിലിലേക്ക് പോയി, രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ രാജാവ് ഒറ്റയ്ക്കൊരു നായാട്ടിന് വേണ്ടി ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലേക്ക് യാത്രയാകുന്നു. വനാന്തരത്തിൽ അദ്ദേഹം വഴിതെറ്റുന്നു. വനാന്തരത്തിൻ്റെ അകത്ത് എവിടെയോ ആദിവാസി ഒരു കൂട്ടത്തിൻ്റെ കയ്യിൽ ഈ രാജാവ് പോയി പിടിപെടുകയും ചെയ്യുന്നു. അവരുടെ ഒരു ഉത്സവം നടക്കുന്ന സമയമാണ്. ഒരു മനുഷ്യ ബലി തന്നെ അവർക്ക് കൊടുക്കേണ്ട ഒരു ഉത്സവമാണത്. ഒരാളെ വേണം കൃത്യസമയത്ത് രാജാവിനെ കിട്ടുന്നത്. രാജാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർ ഈ പ്രത്യേക യാഗസ്ഥലത്ത് അവരുടെ പുരോഹിതന്മാർ വന്ന് കഴുത്തിൽ കത്തിവെച്ച് രാജാവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന അവസാന സമയം ഇവരെ ശരീരത്തിൽ നോക്കുമ്പോൾ ആ രാജാവിൻ്റെ കയ്യിലെ ഒരു വിരൽ പകുതിയുള്ളൂ. പെട്ടെന്ന് ആ പുരോഹിതൻ, ആദിവാസികളുടെ പുരോഹിതൻ പറഞ്ഞു, ഇയാളെ പറ്റത്തില്ല, കാരണം ഇത് പൂർണ്ണതയുള്ള ഒരു ഒരു ബലി മനുഷ്യനാണ്, ഇത് ഈ ബലി പറ്റത്തില്ല, ഇതൊരു പൂർണ്ണതയുള്ളതല്ല. അതിനകത്തൊരു മർമ്മമുണ്ട്. ആദിവാസി കൂട്ടമാണെങ്കിലും അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് അവൻ അർപ്പിക്കുന്ന ഒരു യാഗം, അതും ഉള്ളവനാകാൻ വേണ്ടി അവരാഗ്രഹിച്ചു. നല്ല പോളിസിയാണ്. അതുകൊണ്ട് ഇവനെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. രാജാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിരലും മുറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു.
തിരിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു. ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് ഇങ്ങനെ പറഞ്ഞ നിമിത്തം ഞാൻ മന്ത്രിയെ ജയിലിലാക്കിയിട്ടുണ്ട്, എത്രയും വേഗം അവനെ പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ മന്ത്രി പുറത്ത് വന്നു, രാജാവിൻ്റെ മുമ്പിൽ വന്ന് രാജാവ് ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നോട് അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആ വിരൽ പോയതുകൊണ്ട് എൻ്റെ ജീവൻ കിട്ടി, ഞാൻ ഇവിടെ തിരിച്ചു വന്നതും അതുകൊണ്ട് അവരെന്നെ ഒരു ബലിയാക്കാതെ എന്നെ തിരിച്ച് ഇങ്ങോട്ട് അയക്കാനിടയായി, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞു, രാജാവ് എല്ലാം ദൈവം അറിയുന്നു, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്തു. അപ്പോൾ രാജാവിനോട് സംശയം ചോദിച്ചു, എനിക്കത് മനസ്സിലായി, എൻ്റെ കൈ മുറിഞ്ഞതും വിരൽ പോയതും ഒക്കെ നന്മയ്ക്കാം, അതുകൊണ്ട് എൻ്റെ ജീവൻ കിട്ടി, നീ ജയിലിൽ പോയതുകൊണ്ട് എന്താ നന്മയുണ്ടായെന്ന് ചോദിച്ചു. ഉടനെ ഈ മന്ത്രി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങനെ ജയിലിൽ അയച്ചില്ലായിരുന്നെങ്കിൽ രണ്ടാമത് ഈ വേട്ടയ്ക്ക് നായാട്ടിന് അങ്ങ് കാട്ടിപ്പോകുമ്പോൾ ഞാനും കൂടെ വന്നേനെ. രാജാവിൻ്റെ അല്ലേ വിരലിന് കുഴപ്പമുള്ളൂ, എൻ്റെ വിരലിന് ഒരു കുഴപ്പമില്ല, എൻ്റെ വിരലുകളെല്ലാം നല്ല പൂർണ്ണമുള്ള വിരലുകളാണ്, ഒരു അംഗവൈകല്യം എനിക്കില്ല. രാജാവിനെ അവർ വിടുകയും ചെയ്തേനെ, എന്നെ അവർ ബലിയാക്കുകയും ചെയ്തേനെ, അതും എനിക്ക് നന്മയ്ക്കായി, ജയിലിൽ പോയ നന്മയ്ക്കായി കൂടി ആദരിപ്പിക്കപ്പെട്ടു. ദൈവമക്കളെ, ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ബിൽ ഗേറ്റ്സിൻ്റെ ആ വലിയ സ്ഥാപനത്തിൽ ഒരിക്കലൊരു യുവാവ് ഒരു ജോലിക്ക്, അവൻ ക്വാളിഫൈഡ് ജോലിക്ക് വേണ്ടി എത്തപ്പെട്ടു. ഇത് സംഭവിച്ച ഒരു കഥയാണ്. ആ ജോലിയിൽ അവൻ്റെ വിവരണങ്ങൾ, ബയോഡാറ്റ എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് മാത്രം ഒരു കാര്യം പൂർണ്ണമല്ലായിരുന്നു, അവൻ്റെ ഇമെയിൽ ID അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവനോട് ബോർഡ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവനോട് ചോദിച്ചു, നിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, നിൻ്റെ ഇമെയിൽ ID എന്താ നീ എഴുതാത്തത്? അവൻ പറഞ്ഞു, എനിക്കൊരു ഇമെയിൽ ID ഇല്ല. ഒറ്റ കാരണത്താൽ അവൻ ആ ജോലി നിഷേധിക്കപ്പെട്ടു. തുടർന്ന് അവൻ നിരാശനാകാതെ പുറത്തേക്ക് ഇറങ്ങി. $10 അവൻ്റെ കയ്യിലുണ്ട്. ഒരു ചെറിയ ഉന്തിക്കൊണ്ട് നടക്കുന്നൊരു വാഹനം, ഒരു വണ്ടി അവൻ വാടകയ്ക്ക് എടുത്തു. ആ ഉന്തുവണ്ടിയിൽ അവൻ $10 പച്ചക്കറി വാങ്ങി. തുടർന്ന് അവൻ വീടുകൾ തോറും കൊണ്ട് നടന്ന് വിറ്റു. അത് $20, 40, അത് $100, 200. വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വെജിറ്റബിൾ ബിസിനസ് ചെയ്യുന്ന വലിയ ഒരു സ്ഥാപനത്തിന് ഉടമയായിട്ട് ഇവൻ മാറി. അവനൊരിക്കലും അവനൊരു കോൺട്രാക്റ്റ് മറ്റൊരു രാജ്യത്തെ വലിയൊരു ബിസിനസ്സുകാരനുമായിട്ട് ഒപ്പിടുമ്പോൾ അപ്പുറത്തെ തലയ്ക്കൽ നിന്ന് ഫോണിലൂടെ ആ വ്യക്തി ചോദിച്ചു, സാർ, അങ്ങയുടെ ഇമെയിൽ ID കൂടി എനിക്ക് തന്നായിരുന്നെങ്കിൽ എപ്പോഴും ഫോൺ ചെയ്യേണ്ടല്ലോ, എനിക്ക് മെയിൽ ചെയ്യാമോ? അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ഇമെയിൽ ID ഇല്ല. ഉടനെ അപ്പുറത്തെ തലയ്ക്കൽ നിന്നുള്ള ബിസിനസ്സുകാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സാർ, അങ്ങേക്കൊരു ഇമെയിൽ ID ഇല്ലേ? അങ്ങേക്കൊരു ഇമെയിൽ ID കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് എവിടെ എത്തിയേനെ? ഇമെയിൽ ID ഇല്ലാഞ്ഞിട്ട് തന്നെ അങ്ങ് ഇത്രയും വലിയ ബിസിനസ്സുകാരനായല്ലോ. ഉടനെ ഈ മനുഷ്യൻ്റെ മറുപടി ഇതായിരുന്നു, എനിക്കൊരു ഇമെയിൽ ID ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ, ബിൽ ഗേറ്റ്സിൻ്റെ കമ്പനിയിൽ ഒരു ക്ലർക്കായിട്ട് എവിടെയെങ്കിലും ഇരുന്നേനെ. അതില്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇതുപോലെ തന്നെ ഇല്ലായ്മയെ പോലും നന്മയാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതങ്ങളുടെ ദൈവത്തെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്തത്, ആരോഗ്യമില്ലാത്തത്, നിനക്ക് കളറില്ലാത്തത്, സൗന്ദര്യമില്ലാത്തത്, എല്ലാവരെ പോലെ നീ മാന്യനല്ല എന്ന് നിനക്ക് തോന്നുന്നു, സകലത്തെയും ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നന്മയ്ക്കായിട്ട് കൂടി ആദരിപ്പിക്കും. വിശ്വസിച്ചാട്ടെ, രോഗം നന്മയാകാൻ പോവുകയാണ്, എല്ലാ പരാജയങ്ങളും നന്മയാകാൻ പോവുകയാണ്, എല്ലാ ഒറ്റപ്പെടലുകളും നന്മയാകാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നാട്ടെ. സ്വർഗീയ പിതാവേ, ഈ പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 8:28 ഇവരുടെ മേൽ ഇപ്പോൾ ദൈവമേ അത് പ്രായോഗികമായി തീരട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആഭരിപ്പിക്കും. രോഗം, പരാജയങ്ങൾ, ഒറ്റപ്പെട്ടത്, ദുഃഖവാർത്തകൾ വന്നത്, വഴിയടഞ്ഞത്, വാതിലുകൾ അടഞ്ഞത്, ചില ആലോചനകൾ മാറിപ്പോയത്, ബിസിനസ് തകർന്നത്, ജോലി നഷ്ടപ്പെട്ടത്, വാഹനം വിൽക്കേണ്ടി വന്നത്, വീടില്ലാത്തത്, എല്ലാം ലോകപ്രകാരം തിന്മയാണ്. എന്നാൽ ദൈവത്തെ ഇവർ സ്നേഹിക്കുന്ന നിമിത്തം അത് നന്മയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വചനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധ ആത്മാവാം ദൈവമേ, ഇപ്പോൾ ഈ നിമിഷം ദൈവശക്തി ശരീരങ്ങളെ വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ്, ഇതിലെ വാക്കുകൾ, നിങ്ങളോട് ദൈവം എനിക്ക് തന്ന് സംസാരിച്ച വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ സ്ക്രീനിൽ പ്രയർ ലൈനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ബൈബിൾ ടുഡേയിൽ പരസ്പരം നാം കണ്ടുമുട്ടുന്നിടം വരെ ഈ നല്ല ദൈവം പൂർണ്ണ സമാധാനത്തിൽ നിങ്ങളെ കാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I love you and Jesus loves you. God bless you all. Pastor Noble P. Thomas preaching in Chicago, USA,
Hebron Gospel Center on 2015 July 27 to August 2nd. On 2015 August 7, 8 and 9, Pastor Noble P. Thomas ministering in the Gateway Malayalam Church, New York, USA. Pastor Noble P. Thomas in Philadelphia, USA, 2015 August 13 to 16, Grace Pentecostal Church. Pastor Noble P. Thomas ministering in Toronto, Canada at International Revival Church on 2015 July 17th, 18th and 19th.